പ്രിയ, ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ യുദ്ധത്തിനൊരുങ്ങുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. അത് എത്രത്തോളം ശരിയാണ്? അതായത് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ യുദ്ധമെന്നല്ല, ഈ ബംഗ്ലാദേശിൽ സൈനിക അട്ടിമറിക്കുള്ള നീക്കങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് ആശങ്കപ്പെടുത്തുന്ന വാർത്ത. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ഇന്ത്യക്കെതിരെ അവിടുത്തെ സൈന്യത്തിൽ വലിയ വികാരമുണ്ട്. അതായത് ഇന്ത്യയുമായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കണമെന്ന് ഈ പറയുന്ന മതപരമായിട്ടുള്ള ചില മൗലികവാദികൾ ഈ പറയുന്ന സൈന്യത്തിനെ പിരികേറ്റി വെച്ചിട്ടുണ്ട്. അതായത് ബംഗ്ലാദേശിലെ ഒരു അസിം മുനീറാണ് വക്കർ ഉസ് സമൻ എന്ന് പറയുന്ന അവിടുത്തെ സൈനിക മേധാവി. ഇയാളും മുഹമ്മദ് യൂനുസും തമ്മിലാണ് വലിയ പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. ഇത് മുമ്പേ ഉണ്ടായിട്ടുണ്ട്. പല കാര്യത്തിലും ഈ പറയുന്ന അവിടുത്തെ സൈന്യത്തിന് ഒരു മേധാവിത്വം വേണം. അതായത് പാകിസ്ഥാനിൽ എങ്ങനെയാണോ, പാകിസ്ഥാൻ പറയുന്നത് എന്താ, ഒരു സൈന്യത്തിന് ഒരു രാഷ്ട്രം എന്നാണ് പാകിസ്ഥാനിൽ പറയുന്നത്. എല്ലായിടത്തും രാഷ്ട്രത്തിന് സൈന്യമുണ്ട് എന്ന് പറയുന്ന പോലെ സൈന്യത്തിന് രാഷ്ട്രമുള്ളതാണ് പാകിസ്ഥാൻ. ഇവിടെയും അതേപോലെ ബംഗ്ലാദേശ് സൈന്യത്തിന്റെ സ്വപ്നമില്ലെങ്കിൽ അവരുടെ ആവശ്യം എന്ന് പറയുന്നത് ബംഗ്ലാദേശിനെ അവരുടെ സൈന്യത്തിന്റെ അണ്ടറിൽ കൊണ്ടുവരിക, അതിന്റെ കൺട്രോളിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഹമ്മദ് യൂനുസിന് ഒരുപാട് പദ്ധതികളുണ്ട്. ഈ പദ്ധതികളെ പലതിനെ എതിർത്തുകൊണ്ടിരിക്കുകയാണ് ഈ വക്കർ ഉസ്സമൻ എന്ന് പറയുന്ന ഈ ബംഗ്ലാദേശിന്റെ സേനാ നായകൻ, അതായത് സൈനിക മേധാവി. ഇയാൾ ഈ പറയുന്നതെന്ന് പറഞ്ഞു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മ്യാൻമാറിലെ റാഖൈൻ എന്ന് പറയുന്ന ഒരു മേഖലയുണ്ട്. അവിടെയാണ് ഈ പറയുന്ന റോഹിംഗ്യൻ മുസ്ലിമുകളുമായിട്ടുള്ള ഒരു പ്രശ്നമുള്ളത്. അവിടെ നിന്ന് ഈ പറയുന്ന ചിറ്റഗോങ് വഴി ഈ ബംഗ്ലാദേശിലേക്ക് ഒരു ഇടനാഴി നിർമ്മിക്കാനുള്ള ഒരു പദ്ധതി മുഹമ്മദ് യൂനുസിനുണ്ടായിരുന്നു. മുഹമ്മദ് യൂനുസിന്റെ ഈ പദ്ധതിക്കെതിരെയാണ് സൈന്യം ആദ്യ നിലപാടെടുത്തത്, ഈ ശക്തമായ നിലപാട്. അതിനു മുമ്പ് പല കാര്യങ്ങളിലും വിയോജിപ്പുണ്ടായിരുന്നു. ഈ വിയോജിപ്പുകളൊക്കെ തന്നെ പരസ്യമാക്കി തുടങ്ങിയത് ഈ അടുത്ത കാലത്താണ്. ഒരു പ്രസംഗത്തിലാണ് ഈ പറയുന്ന വക്കർ സമൻ എന്ന് പറയുന്ന ഈ സൈനിക മേധാവി ഈ പറയുന്ന പ്രകോപനപരമായിട്ടൊക്കെ സംസാരിക്കുന്നത്. പല യോഗങ്ങളിലും മുൻപ് സർക്കാരുമായിട്ടുള്ള മീറ്റിങ്ങുകളിൽ പലതിലും ഇവർ ഈ പറയുന്ന സർക്കാരിനോട് വിയോജിപ്പുകൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതായത് സൈന്യത്തിനെ അതിന്റെ വഴിക്ക് വിടണം, സൈന്യത്തിന്റെ രീതിക്ക് പോകുമെന്നൊക്കെയാണ് ഇയാൾ പറയുന്നത്. ഇതിനകത്ത് പക്ഷേ പല രീതിയിലുള്ള വാർത്തകൾ വെളിയിൽ വരുമ്പോഴും ഈ വിമർശനങ്ങൾക്കൊക്കെ ഇടയിൽ പദ്ധതി എതിർത്തതിനൊക്കെ പശ്ചാത്തലത്തിൽ ഒരു പ്രശ്നവും ഞങ്ങൾ ഉണ്ടാക്കില്ല എന്ന് സൈന്യം പറയുന്നുണ്ട്. അതിൽ പറയുന്ന കാര്യം, പരമാധികാരത്തിന് ഹാനികരമായ ഒരു പ്രവർത്തനത്തിലും ബംഗ്ലാദേശ് സൈന്യം ഒരിക്കലും ഇടപെടില്ല, ആരെയും അതിന് അനുവദിക്കുകയില്ല. ഏത് നടപടിയും ദേശീയ താല്പര്യം മുൻനിർത്തിയുള്ളതായിരിക്കണം, എന്ത് ചെയ്താലും അതിന് രാഷ്ട്രീയ സമവാക്യം ഉണ്ടാകണം, വക്കർ ഉസ്മാൻ പറഞ്ഞു. അതായത് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നതിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. രാജ്യത്തിന്റെ പരമാധികാരത്തിന് ഹാനികരമായ ഒരു പ്രവൃത്തിയിൽ ഇടപെടില്ല എന്ന് പറയുന്നുണ്ട്. അതേസമയം ഏത് നടപടിയും ദേശീയ താല്പര്യം മുൻനിർത്തിയുള്ളതായിരിക്കണമെന്നും എന്ത് ചെയ്താലും അതിന് രാഷ്ട്രീയ സമവായം ഉണ്ടാകണമെന്ന് പറയുന്നുണ്ട്. അതായത് എന്തെങ്കിലും ഒരു തീരുമാനമെടുത്താൽ അത് ദേശീയ താല്പര്യത്തിന് വിരുദ്ധമാണെങ്കിലോ ഇല്ലെങ്കിൽ രാഷ്ട്രീയ സമവായത്തിന് വിരുദ്ധമാണെങ്കിലോ ഞങ്ങൾ ഇടപെടും എന്നൊരു സൂചന കൂടി ഈ പറയുന്ന സൈനിക മേധാവി അവിടെ പറഞ്ഞു വെക്കുന്നു. അതായത് അധികം വൈകാതെ ഈ പറയുന്ന സൈനിക അട്ടിമറിക്കുള്ള മുഹമ്മദ് യൂനുസിനെ പിടിച്ച് ജയിലിലിട്ട് സൈന്യത്തിന്റെ രീതിയിൽ രാജ്യം ഭരിക്കാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. കാരണം സമീപകാലത്ത് ഈ മുഹമ്മദ് യൂനുസിന് ചില പേടിയൊക്കെ ഉണ്ട്. ഈ ഇന്ത്യയെ വെറുപ്പിക്കാനൊന്നും കഴിയില്ല എന്നൊക്കെ ഉള്ള ഒരു ഉത്ഭയമൊക്കെ ഇടയ്ക്ക് വന്നിട്ട് ഇന്ത്യ എടുത്ത് ഞങ്ങൾ ഇന്ത്യക്കെതിരല്ല, ഹിന്ദുക്കൾക്കെതിരല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ പല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മുന്നിൽ വെച്ചിരുന്നു. പക്ഷേ ആ തരത്തിലുള്ള നിലപാടുകളോടൊക്കെ വിയോജിപ്പുണ്ട് ഈ പറയുന്ന സൈനിക മേധാവിക്ക്. അതേസമയം തുർക്കി കാര്യമായിട്ട് ഈ പറയുന്ന ബംഗ്ലാദേശ് എന്ന രാജ്യത്തിൽ ഇടപെടുന്നുണ്ട്. പാകിസ്ഥാന്റെ ISI ഇന്റർസ്റ്റേറ്റ് ഇന്റലിജൻസ് ഈ പറയുന്ന ബംഗ്ലാദേശിൽ ഇടപെടുന്നുണ്ട്. ഇവർ രണ്ടുപേരും കൂടെ ചേർന്നിട്ട് ഒരു പദ്ധതി ഉണ്ടാക്കുന്നുണ്ട്. ആ പദ്ധതി എങ്ങനെയാണ്, അതായത് ഗ്രേറ്റർ ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഒരു പദ്ധതിയിലേക്കാണ് ഇവർ ഈ പറയുന്ന ബംഗ്ലാദേശിനെ കൊണ്ടുപോകുന്നത്. വിശാലവിസ്തൃതമായിട്ടുള്ള ഒരു ബംഗ്ലാദേശ്, നമ്മുടെ ഈ പറയുന്ന വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ പല ഭാഗങ്ങളും കൂട്ടിച്ചേർത്തും പശ്ചിമ ബംഗാളിന്റെ പല ഭാഗങ്ങളും ഒക്കെ എടുത്തുമൊക്കെ ഒരു വലിയ വിശാല ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഒരു നയത്തിലേക്കാണ് ഈ പറയുന്ന ബംഗ്ലാദേശ് ഇപ്പൊ ചുവടുവയ്ക്കുന്നത്. അങ്ങനെ വന്നിട്ട് ഇത് യൂണിവേഴ്സിറ്റികളിലൊക്കെ ഇതിൻ്റെ പുതിയ മാപ്പുകളൊക്കെ പ്രസിദ്ധീകരിക്കുന്നു. വലിയ രീതിയിലുള്ള ഈ പറയുന്ന രാജ്യത്തിനെ വലിയ രീതിയിൽ മാറ്റാനുള്ള പദ്ധതികളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെപ്പറ്റി സംസാരിക്കുന്നു. എന്നാൽ ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങളെ പറ്റി ഇവർ ബോധവാന്മാരാകുന്നില്ല എന്നുള്ളതാണ്. ഈ പറയുന്ന തുർക്കിയുടെ പാകിസ്ഥാന്റെ ഇടപെടലിൽ മുഹമ്മദ് യൂനുസ് വെളിയിൽ പോവുകയും പകരം സൈനിക മേധാവി അധികാരത്തിൽ വരികയും ചെയ്താൽ ഉണ്ടാകുന്ന പോകുന്ന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇനി അവിടെ ഉണ്ടാകുന്ന ഒരു ഭരണഘടന, മുഹമ്മദ് യൂനുസ് ഭരണഘടന ഉണ്ടാക്കാനല്ലോ വന്നത്, ആ ഭരണഘടന ഈ സൈന്യത്തിന് വേണ്ടിയിട്ടുള്ളതായിരിക്കും എന്നുള്ളത് യാതൊരു സംശയവുമില്ല. ജനാധിപത്യത്തിന് പുല്ലുവിലയാകും. പാകിസ്ഥാനിൽ ഉണ്ടായതിനേക്കാൾ ദയനീയമായിട്ടുള്ള അവസ്ഥ ബംഗ്ലാദേശിന് വരും. അല്ലെങ്കിൽ തന്നെ ബംഗ്ലാദേശ് ഏതാണ്ട് പെട്ടിരിക്കുകയാണ്. ഇന്ത്യയുമായിട്ട് ഇടഞ്ഞതോടുകൂടി തന്നെ വലിയ രീതിയിലുള്ള വ്യാപാര പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെയൊക്കെ സമാനമായിട്ടുള്ള ചുവട് വെച്ചിട്ടാണ് ഇപ്പോൾ ഈ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത്. സൈനിക മേധാവി പരസ്യമായി എതിർത്തതോടെ പദ്ധതിയിൽ നിന്ന് ഇടക്കാല സർക്കാർ പിന്മാറി. അതായത് രാഖിയിലേക്കുള്ള പദ്ധതിയിൽ നിന്ന് സർക്കാർ ഒരു കക്ഷിയുമായും ഇടനാഴിയെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടില്ലെന്നും ഭാവിയിൽ അങ്ങനെ ചെയ്യില്ലെന്നും വ്യക്തമാക്കി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ഖലീലുർ റഹ്മാൻ പിന്നാലെ രംഗത്തെത്തി. പക്ഷേ ഈ പറയുന്ന പദ്ധതി ഉപേക്ഷിക്കാൻ ബംഗ്ലാദേശിന് എളുപ്പം കഴിയില്ല. കാരണം ചൈനയ്ക്ക് വ്യക്തമായ താല്പര്യം ഈ മേഖലയിലുണ്ട്. ചൈനയ്ക്ക് മ്യാൻമാറിലേക്ക് കടന്നു കയറണമെന്നുണ്ട്. അത് ബംഗ്ലാദേശ് വഴിയേ സാധ്യമാവുകയുള്ളൂ. മറ്റ് കുറേ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നതിനാൽ തന്നെ ഈ പറയുന്ന ബംഗ്ലാദേശിന് ഇവരുടെ ഈ കാര്യങ്ങൾക്ക് ഉപയോഗിക്കും. ഇത് വേറൊരു ഇതിനകത്തൊരു രഹസ്യ അജണ്ട കൂടെയുണ്ട്. അതായത് ഈ ചിറ്റഗോങ് അടക്കമുള്ള മേഖലകൾ വരുന്ന പ്രദേശത്തേക്ക് കൂടുതൽ ഈ പറയുന്ന റോഹിംഗ്യൻ അഭയാർത്ഥികളെ കൊണ്ട് താമസിക്കും. കാരണം അവിടെ ബുദ്ധ ഹിന്ദു ജനവിഭാഗങ്ങളാണ് 93% ഉള്ളത്. അവരെയൊക്കെ അവിടുന്ന് അടിച്ചോട്ടിക്കാനും ഇല്ലായ്മ ചെയ്യാനുമുള്ള പ്രവർത്തനങ്ങളാണ് ഈ മുഹമ്മദ് യൂനുസിന്റെ സർക്കാർ നടത്തുന്നത്. എവിടെയൊക്കെ ഹിന്ദുക്കൾ കൂടുതലുണ്ടോ അവിടെയൊക്കെ ഇവർ ഈ വന്നിട്ട് മുസ്ലിങ്ങളായ അഭയാർത്ഥികളെ കൊണ്ട് താമസിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഐക്യരാഷ്ട്രസഭയുടെ നിർദ്ദേശപ്രകാരമാണ് രാഖൈൻ കോറിഡോർ. കിഴക്കൻ ബംഗ്ലാദേശിലെ ചിറ്റഗോങ് ഡിവിഷനിൽ നിന്ന് ആരംഭിക്കുന്ന ഈ ഇടനാഴി യുദ്ധം തകർത്ത മ്യാൻമാറിലെ റാഖൈൻ മേഖലയിലെ സാധാരണക്കാർക്ക് സഹായം എത്തിക്കുന്നതിനുള്ള ഒരു മാർഗമായിട്ടാണ് പരിഗണിച്ചിരുന്നത്. എന്നിരുന്നാലും ബംഗ്ലാദേശിനുള്ളിൽ നിന്ന് ഖാലിദ സിയയുടെ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയും ഏതാനും ഇടതു പാർട്ടികളും ഉൾപ്പെടെ നിരവധി പേർ ഇതിനെ എതിർത്തതോടെ പിന്നാലെ വിവാദമായി. ഇതിനിടെയാണ് സൈനിക മേധാവി സർക്കാരിനെ എതിർത്ത് രംഗത്തുന്നത്. പദ്ധതി ബംഗ്ലാദേശിന്റെ പരമാധികാരത്തിന് ഭീഷണിയെന്നാണ് എതിർക്കുന്നവരുടെ വാദം. മനുഷ്യത്വപരമായ ഇടനാഴിയിലൂടെയുള്ള സഹായം പിന്നീട് മ്യാൻമാറിലും ബംഗ്ലാദേശിനും വിദേശ ഇടപെടലിനുള്ള മാർഗമായി മാറുമെന്ന ഭയമാണ് ഇതിന് പിന്നിൽ. വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് പിന്നാലെ അധികാരത്തിൽ വന്ന ഇടക്കാല സർക്കാരിനെ സൈന്യം അംഗീകരിച്ചിരുന്നെങ്കിലും പിന്നാലെ പല വിഷയങ്ങളിലെ സൈനിക മേധാവി സർക്കാരുമായി ഇടയുന്നതാണ് കണ്ടത്. ബംഗ്ലാദേശ് റൈഫിൾസ് കലാപകാരികളെ വിട്ടയക്കാനുള്ള തീരുമാനം സൈനിക മേധാവിയെ ചൊടിപ്പിച്ചതെന്നാണ് പ്രധാനമായിട്ട് ഇതിനകത്ത് പറയുന്നത്. 2009 ഫെബ്രുവരിയിൽ നടന്ന കലാപത്തിൽ 57 സൈനിക ഉദ്യോഗസ്ഥരെയും മറ്റ് 16 പേരെയും വധിച്ച സംഭവത്തിൽ 300ഓളം കലാപകാരികളെ ശിക്ഷിച്ചിരുന്നു. ഇവരെ ഈ വർഷം വെറുതെ വിട്ടിരുന്നു. യൂനുസ് ഭരണകൂടവുമായി അടുത്ത ബന്ധമുള്ള ഹിസ്ബുത്ത് തഹ്രിർ പോലുള്ള ഇസ്ലാമിക സംഘടനകളാണ് മോചനത്തിനായി വാദിച്ചത്. ഈ നീക്കം വഞ്ചനയായാണ് സൈന്യം കാണുന്നത്. അതായത് സൈനികരെ കൊന്നതിനുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, പല വിഷയങ്ങളിൽ സർക്കാരുമായി ഇടഞ്ഞു നിൽക്കുന്ന ഈ പറയുന്ന സൈന്യം ഇനിയും കൂടുതൽ കാര്യങ്ങളിൽ ഈ സർക്കാരുമായിട്ട് പ്രശ്നമുണ്ടാകും. ഇത് നിരന്തര പ്രശ്നത്തിലേക്ക് പോവുകയാണ്. അതുപോലെ തന്നെ സൈനിക ബജറ്റിന്റെ കാര്യത്തിൽ സർക്കാരുമായിട്ട് പ്രശ്നമുണ്ടായിരുന്നു. സൈനിക ഉദ്യോഗസ്ഥരുടെ ശമ്പളം വർദ്ധിപ്പിക്കുന്നതുമായിട്ട് സർക്കാരിനുമായിട്ട് പ്രശ്നമുണ്ടായിരുന്നു. പല മേഖലകളിലും ഈ പറയുന്ന അതിർത്തി കടന്നുള്ള സൈനിക പ്രവർത്തനങ്ങളെ ഇന്ത്യ തടയുന്നില്ല. അതിനെതിരെ സമ്മർദ്ദം കൊടുക്കാനൊക്കെ ആയിട്ടൊക്കെ യൂനുസിനോട് പോയിട്ട് ഈ പറയുന്ന സൈനിക മേധാവിയൊക്കെ ആവശ്യപ്പെട്ടിരുന്നു. ഇന്ത്യയുമായിട്ട് നമുക്കൊരു നല്ല ഇതല്ല, അവരുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യണം, ഈ അതിർത്തികളിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കണം. അതിർത്തികളുടെ പ്രശ്നം പരിഹരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ ഇപ്പോൾ തടഞ്ഞു വെച്ചേക്കുക, ബംഗ്ലാദേശിൽ കയറാൻ കഴിയില്ല. അവിടെയൊക്കെ തുറപ്പിക്കാനുള്ള പരിപാടികൾ ഇന്ദിരാഗാന്ധി ചെയ്ത പല അബദ്ധമുണ്ട്. നോൺ ഫെൻസിങ് ഏരിയകളുണ്ട് ബംഗ്ലാദേശിന്റെ അതിർത്തിയിൽ. ആ പറയുന്ന ഏരിയകളിൽ കൂടെയൊക്കെ കടത്തിവിടാനുള്ള പ്രവർത്തനത്തിന് ഇന്ത്യയിൽ സമ്മർദ്ദം ചെലുത്തണമെന്നൊക്കെയാണ് ഈ പറയുന്ന സൈനിക മേധാവിയുടെ ആവശ്യം. പക്ഷേ യൂനുസിന് പല കാര്യങ്ങൾക്ക് പരിമിതിയുണ്ട്. ഈ വിദേശ ശക്തികളുടെ എതിർപ്പ് അല്ലെങ്കിൽ അവരുടെ ഇടപെടൽ എന്ന് പറയുന്നത് ചൈനയുടേതാണ്. വലിയ രീതിയിലുള്ള സമ്മർദ്ദം ഈ ബംഗ്ലാദേശ് സർക്കാരിൻ്റെ മേലുണ്ടായിരിക്കുന്നു. അങ്ങനെ ഒരു സൈനിക അട്ടിമറി നടന്ന് അവിടെ സൈന്യം അധികാരം പിടിച്ചാൽ ഇന്ത്യയുമായിട്ട് പ്രശ്നത്തിന് വരും. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ ഒരു യുദ്ധത്തിനുള്ള എല്ലാ സാധ്യതയും അന്ന് തുറക്കും. മതമൗലികവാദികൾ നിയന്ത്രിക്കുന്ന സൈന്യം അല്ലെങ്കിൽ തന്നെ മതഭ്രാന്ത് പിടിച്ച യൂനുസിന് അതിനേക്കാൾ ഭ്രാന്ത് പിടിച്ച സൈന്യം അധികാരത്തിൽ വന്നാൽ ഗുരുതര പ്രശ്നങ്ങൾ ഈ പറയുന്ന ഇന്ത്യ ബംഗ്ലാദേശ് മേഖലയിൽ ഉണ്ടാകുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.